കേട്ട സൂപ്പ് പോലെ പോയി നേരെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റാക്കട്ടെ. അതിനു മുമ്പേ ഒന്ന് പോയി ഇതൊന്ന് നോക്കണം, അഡ്ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ട്രേഡിങ്ങിൽ ഓളിയൊന്നുമില്ല, കുറവാണ്. ശരിയല്ലേ? അനാലിസിസ് ചെയ്യാൻ വിഷയം എനിക്ക് അങ്ങോട്ട് റെഡി ആവണില്ല. എടുക്കാം, പക്ഷേ എനിക്കൊരു തൃപ്തിയില്ല. എല്ലാം എടുക്കാം, പക്ഷെ എനിക്ക് അങ്ങോട്ട് തൃപ്തി വരണില്ല, അതാണ് വിഷയം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രം തന്നെ ചെയ്യണം. ഡൗൺ ട്രെൻഡാണ്, പക്ഷെ എനിക്ക് അങ്ങോട്ട് തൃപ്തിയില്ല. മനസ്സിലായത്? അതാണ് കാര്യം. ലൈറ്റൊക്കെ ഓഫ് ആയിട്ട് ഇറങ്ങാൻ പോകണം, ടൈമായി. ഇന്ന് ഒന്നും കിട്ടിയില്ല. ട്രേഡിങ് ഉണ്ടായിരുന്നു, അതും ഞാൻ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ബ്രീത്തിങ് ഏത് പൊങ്ങയായിരുന്നു. അതിൻ്റെ ഇടയിൽ 1 മിനിറ്റിന്റെ എൻട്രി അടിച്ച SL, അതങ്ങനത്തെ ഒരു ട്രെൻഡിങ് ആയിരുന്നു. എടുക്കാൻ പറ്റും, അപ് ട്രെൻഡ് ആണെന്ന് അറിയാം. 5 മിനിറ്റിന്റെ വെച്ചിട്ട് എടുക്കണം. ഭയങ്കര റിസ്ക് ആയിരിക്കും. SL അടിച്ചു, അതുകൊണ്ട് ഞാൻ തൊട്ടില്ല. ഞാൻ പോയി ചെടിയൊക്കെ നോക്കട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതുണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ. ഇതിന്റെ സൈസൊക്കെ ഇന്നെന്തരാണ് പീക്ക് ഓഫ് പീക്ക്. കൊള്ളാല്ലേ? വണ്ടി കാണിച്ചു തരാം. കൊള്ളാം, കുഴപ്പമില്ല, സെറ്റാ, ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്ത് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റ് ആകട്ടെ. റെഡി ആക്കി കേട്ടാ, ഇനി ഇത് കഴിക്കാൻ പോയാണ്. ഡ്യൂട്ടി കയറുന്ന സമയമായി. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, ദിവസം ഇങ്ങനെ പറക്കണം ഇപ്പം. ഉറങ്ങി ഫോൺ ഉപയോഗിച്ച് ഡ്യൂട്ടി കയറാൻ സമയം 12 മണിക്കൂർ. 1 മണിക്കൂറും കൂടി ഉണ്ട് എൻ്റെ കറക്റ്റ് ഡ്യൂട്ടി തുടങ്ങാൻ. ഇതിന്റെ മണ്ടയിൽ കയറി ഞാൻ വ്യൂ ഒക്കെ നോക്കട്ടെ. കുറെ നാളായി നോക്കിയിട്ട്. ചൂടായതിനു ശേഷം കയറിയിട്ടില്ല ഇതുവരെ. ഉണ്ടാ വ്യൂ എങ്ങനെ? കൊള്ളാല്ലേ? അതാണ് ഇവിടത്തെ വ്യൂ. സെറ്റാണ് കേട്ടാ. കത്തിരിയൊക്കെ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ അങ്ങ് കത്തിരി ഉണ്ടായിരുന്നു അവിടെ. ഇനി അടുത്ത് നേരെ പോയി സൺസെറ്റ് അല്ലേ, സൺസെറ്റ് ഇപ്പം എടുത്തു തരാം. അതിനുശേഷം കിട്ടൂല, അതിനുശേഷം പുള്ളിക്കാരൻ ഓടും. അതിനുശേഷം നല്ലതുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടും. അതായത് ഇതിനെ മാറ്റിയതിനു ശേഷം മറ്റൊന്നിനായിടും. നല്ലതുണ്ടെങ്കിൽ കിട്ടുമെന്ന് കണ്ട. ഷോട്ടറിന്റെ അടുത്ത് സ്പോട്ടിൽ തന്നെ ഹണ്ട് ചെയ്തു. എന്നാൽ ഇത് ഷോട്ട് പോകണം. എന്തിനായിട്ട് അനാലിസിസ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടാ. ട്രേഡ് ടാച്ച് തന്നെ. ഇറ്റീരിയാണ് അടുത്ത്. BTC വലിയ മൂവ്മെന്റ് ഇല്ല, ഭയങ്കര ആള് കുറവല്ല. ഇത് കുഴപ്പമില്ലാതുണ്ട് ഇറ്റീരിയത്തിൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് അറ്റാക്ക് വന്നു. പിന്നെ ഉള്ള ഒരു ട്രേഡും എനിക്ക് അങ്ങോട്ട് പിടികിട്ടണില്ല. ഇത് വയ്യെടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഇത് ഇത്ര കണ്ടിട്ട് വയ്യെടുക്കാന്ന് വിചാരിച്ചപ്പോൾ തൊടന്ന് വിചാരിച്ചത് ടക്കെന്ന് പോയി ടക്കെന്ന് അവിടെ വന്നു തൊട്ടില്ല. അടുത്തൊക്കെ വീണ്ടും റെഡ്. അടുത്ത് എൻ്റെ മുകളിൽ സെല്ലാവാറായിട്ടില്ല. ഇതിൻ്റെ താഴെ എത്തണം സെല്ലാവായി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരെ പോയിട്ട് ഒറ്റ ക്യാൻഡിൽ എന്നിട്ട് വീണ്ടും വയ്യ. ഒരു രക്ഷയില്ല കേട്ടോ. ട്രെയിൻ എടുക്കാനേ പറ്റിയില്ല. ഇല്ല, ഷട്ടപ്പെട്ടാന്ന് മൂവ്മെൻറ്റ്. ഇത് മാത്രം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടിയേ ഇല്ല. ദിവസം അയ്യോ ഒന്നും പറയണ്ട കേട്ടാ. ഇതൊന്നും പൊട്ടിയില്ലെന്നേ ഉള്ളൂ. എന്റെ മൂവ്മെന്റ് കണ്ടിട്ട് നീ വേണമെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. തലയൊക്കെ വേദനിക്കുന്നത്. ഞാൻ പോയി എല്ലാം നോക്കട്ടെ. ഇവിടെ കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. ഓക്കെ ഒന്നുകൂടി.
ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ. മീറ്ററിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത് പമ്പൊന്ന് ചേഞ്ച് ചെയ്യണം. ഇന്നലത്തെ പ്ലാൻ ആയിരുന്നു. ഇനി 5ാമത്തത് ഓൺ ചെയ്യണം, 4 ഓഫ് ചെയ്യണം. അതാ ഞാൻ അപ്പോൾ അതിന് ചെയ്യട്ടെ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ടോ? പമ്പിന്റെ ബേസ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, ഫോളോവർമാർ വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ട്രേഡിങ് കട്ട ഷോക്ക് വരുന്നു. രാവിലെ അങ്ങനെ തന്നെ, രാവിലെയും ഒരെണ്ണം എന്തോ എടുത്ത് അതും ലോസായി, ഇപ്പോൾ ഒരെണ്ണം എടുത്ത് അതും ലോസായി. ഒന്നും പറയണ്ട, ഒട്ടും മൂവ്മെന്റ് ഇല്ലായിരുന്നു. അതാ രാവിലെ എടുത്തൊന്നും തോന്നണില്ല, അനാലിസിസ് മാത്രം ചെയ്ത് വിട്ടെന്ന് തോന്നുന്നു. ഒട്ടും മൂവ്മെന്റ് ഇല്ല കേട്ടോ. എടുക്കാം, പക്ഷേ ഭയങ്കര റിസ്ക്കാ. 5 മിനിറ്റിലാണ് ചിലപ്പോൾ കിട്ടിയത്, പക്ഷെ അത്രയ്ക്ക് റിസ്ക്കും ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇനി എഡിറ്റൊക്കെ ചെയ്ത്